ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I want to praise God this evening. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. I want to greet all the pastors and my friends and everyone watching me live on Victory Media in the name of Jesus. വിശുദ്ധ വേദപുസ്തകം അതിന്റെ സങ്കീർത്തനം 113 അധ്യായം അതിന്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു. Psalms 113 verse 9 says like this. യഹോവ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാകുന്നു. യഹോവയെ സ്തുതിപ്പിൻ. He settles the barren woman in her home as a happy mother of children. Praise the Lord. ഈ ജീവിക്കുന്ന വചനം 14 വർഷം മച്ചിയായിരുന്ന എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുകയും ഇന്ന് 2 മക്കളുടെ അമ്മയായി യേശുവിന്റെ സാക്ഷിയായി നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. This word has been with me for the past 14 years when I was barren, and this has been my strength, and today I am a mother of 2 children. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സുനി. Let me introduce myself. My name is Suni. അപ്പച്ചനും അമ്മച്ചിയും ഒരു സഹോദരനും അടങ്ങുന്ന ഒരു യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. I come from a Jacobite family. I have my father, mother, and my younger brother and family. എൻ്റെ സഹോദരൻ കുടുംബമായി UK-യിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. I want to thank God that my brother and family is here with me in the UK. എൻ്റെ നഴ്സിംഗ് പഠനത്തിന് ശേഷം ജോലിയോട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലും തുടർന്ന് 2005 ജൂൺ 16 UK-യിലോട്ട് കടന്നു വരുന്നതിനും ദൈവം കൃപ ചെയ്തു. With my studies of nursing, I had been in Saudi Arabia, and then the Lord brought me here in June 2005. In 2006 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. In 2006, I had a major accident. ആ ആക്സിഡന്റ് നടന്നത് ലണ്ടൻ പട്ടണത്തിൽ വെച്ചായിരുന്നു. I had this major accident which took place in London. ഞാൻ റോഡ് മുറിച്ച് കിടക്കവെയാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. I had this accident, a major accident, as a road accident. എന്നാൽ ആ ആക്സിഡന്റിൽ ആ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു യുവതിയുടെ ക്ലാവിക്കൽ ഒടിയത്തക്കവണ്ണം ഇടയായി തീർന്നു. In that accident, someone who was traveling in the same vehicle had her shoulder completely broken. എന്നാൽ സർവശക്തനായ ദൈവം ഒരു ഒടിയലും എൻ്റെ എല്ലുകൾക്ക് ഒടിച്ചിലുമില്ലാതെ ഒരു തുള്ളി ബ്ലഡ് പോലും എന്നിൽ നിന്ന് നഷ്ടപ്പെടാതെ എന്നെ ഇപ്പോൾ സാക്ഷിയായി ഇവിടെ നിലനിർത്തുന്നു. But Heavenly Father kept me so safe. I didn't have any of my bones breaking and not even a drop of blood from my body to be a testimony for Jesus. Amen. Amen. 2007 അവസാനമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കടുത്ത നിരാശ വന്നു തുടങ്ങി. By the end of 2007, my life was completely in sorrow. കുട്ടികളില്ലാത്ത അവസ്ഥ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് താഴപ്പിളകൾ ഉണ്ടാക്കുവാൻ തുടങ്ങിയിരുന്നു. Since we didn't have children, we had a lot of worries and problems in our life. സമൂഹത്തിൽ നിന്നുള്ള പഴികളും പരിഹാസങ്ങളും ഏറ്റ് മാനസികമായി ഒത്തിരി ഞങ്ങൾ വിഷമിച്ചിരുന്നു. People in the society were insulting me. I had a lot of pressures from the community. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ചിരുന്നത് നാട്ടിലുള്ള എൻ്റെ മാതാപിതാക്കളായിരുന്നു. More than the pain that I bear, my parents suffered of the things what I was barren. എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായി വിഷമിപ്പിച്ചതും അത് തന്നെയായിരുന്നു. That was something that troubled me so much. ഒരു സന്ദർഭത്തിലെല്ലാം ആത്മഹത്യ വരെ ചെയ്യുവാനായിട്ട് എനിക്ക് പ്രേരണ ഉണ്ടായി. There were times because of all the pressure I even thought of suiciding. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ എൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്ന് അപമാനത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുമെന്നുള്ള പ്രേരണ എന്ന ചിന്തയാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത്. What I always thought is if I was to suicide and finish my life, my parents didn't have to suffer because I was barren. അതിനെല്ലാം കാരണമുണ്ട്. 10-12 വർഷത്തെ ട്രീറ്റ്മെന്റ്, ഇതര രാജ്യങ്ങളിലുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. 10 to 12 years I took a lot of treatments in different parts of the world, but it didn't have any effect on my body. ട്രീറ്റ്മെന്റ് എല്ലാം പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ വിഗ്രഹങ്ങളെ നിങ്ങൾ വിഗ്രഹങ്ങളുടെ അടുത്തും മുട്ടുകുത്തുവാൻ തുടങ്ങി. When the treatments failed, I was seeking idols. I went to temples to find an answer to my question. എവിടെ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷ കിട്ടും, എവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം കിട്ടും, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെ പുറകെ ഞങ്ങൾ പോകുവാൻ തുടങ്ങി. I started searching, where will I get an answer to all my questions? രാത്രിയുടെ യാമങ്ങളിൽ
തലയണയിൽ മുഖമുയർത്തി ഉറക്കെ വാവിട്ട് കരഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There were many nights when I wept on my bed. എന്നാൽ അതാരും കേട്ടില്ലെങ്കിലും സ്വർഗസ്ഥനായ എന്റെ ദൈവം കേട്ടു. But even if no one heard that cry, God was listening to my cry. തുരുത്തിയിൽ നമ്മളുടെ കണ്ണുനീരിനെ കരുതുന്ന ഒരു ദൈവം. God was counting my tears. ആ ദൈവത്തെ അറിയുവാൻ 2008 ദൈവം എനിക്ക് ഇടവരുത്തി. And God gave me the great blessing to know him in 2008. 2008 എൻ്റെ ഒരു ഫ്രണ്ടും കുടുംബവും അവരുടെ വീട്ടിൽ പ്രാർത്ഥനാ മീറ്റിംഗിൽ കൂടുമ്പോൾ ഞങ്ങളെ വിളിക്കുകയും അവിടെ കടന്നു ചെല്ലുവാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. In 2008 one of my friends invited them to a house prayer where I got the privilege to be there. എനിക്ക് അവിടെ നിന്ന് ഒത്തിരി സമാധാനം കിട്ടുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പോലെ തോന്നി. I really felt there was a touch of God and I felt a lot of peace in my life. ദൈവവചനം ബൈബിൾ വായിക്കുവാൻ കൂടുതൽ പ്രേരണ എനിക്ക് ലഭിച്ചു. I felt that I need to read the Bible more. അങ്ങനെ ദൈവവചനം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ എനിക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ദൈവം എന്നെ സഹായിച്ചു. When I started learning the word of God, God gave me the interest to know who this God is. ആ ദൈവം ഇതാണ് മാറത്ത് പൊൻകച്ച ധരിച്ച ദൈവം. This God is a God throned in gold and silver. അഗ്നിജാലക്കത്തെ കണ്ണുള്ള ദൈവം. He's got blazing eyes. വെള്ളോടിന് സദൃശ്യമായ കാലുള്ള ദൈവം. His feet are like bronze in furnace. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ദൈവം. His voice is like rushing water. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ള ദൈവം. And this God has the keys to hell and Hades. വന്നവനും വരുന്നവനുമായിരുന്ന ദൈവം. He is the one who is, who was and who will come. സമുദ്രത്തിന്റെ വെള്ളത്തെ തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന ഒരു ദൈവം. He has measured the water in the hollow of his hands. ആകാശത്തെ വിരിച്ചവനായ ദൈവം. He put the sky in his measure. ഭൂമിയെ പൊടിയെ മുഴുവൻ ഒരു നാഡിയിൽ നിറയ്ക്കുന്ന ദൈവം. He carried the dust of the earth in a basket. പർവ്വതത്തെ വെള്ളിക്കോൽ കൊണ്ട് അളക്കുന്ന ദൈവം. He can measure the hills and the mountains. കുന്നുകളെ തുലാസിൽ തൂക്കുന്ന ഒരു ദൈവം. He is balancing the hills in his hands. ദ്വീപുകളെ മണൽത്തരി പോലെ പൊക്കിയെടുക്കുന്ന ഒരു He ദൈവം. can lift up the islands like a simple land. ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. This God, there is nothing impossible. ഈ ദൈവത്തിന് എന്നെ സഹായിക്കുവാൻ കഴിയും. I believe that this God can help me. ഞാൻ അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ദൈവമല്ല. This is not the God I kept seeking. ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞൊരു ദൈവം. The God I found in the book, the Bible. എന്റെ മാതാപിതാക്കളിൽ നിന്നോ ഞാനായിരുന്നോ സഭയിൽ നിന്നോ ഞാൻ അറിഞ്ഞൊരു ദൈവമായിരുന്നില്ല. ബൈബിളിൽ നിന്ന് വായിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ ആ ദൈവം. This is not the God which my parents told me or the church that I went previously told me, but I found this God when I read the book, the Bible. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. God is a promise keeping God. വാക്ക് മാറാത്തവനായ ദൈവം. There is no change to his words. എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. Here he changed my life. 2011 ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം 15ാമത്തെ വർഷമായിരുന്നു. When it was 2011, it was 15 years since our marriage. 2011 ജൂൺ 21 ഞങ്ങൾക്ക് ഒരു മകളെ തന്ന ദൈവം അനുഗ്രഹിച്ചു. On June 21st, 2011, God blessed us with a daughter. 2013 വീണ്ടും പ്രഗ്നന്റ് ആകുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. I again got blessed. I fell pregnant in 2013. എന്നാൽ എൻ്റെ രണ്ട് പ്രഗ്നൻസിയിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടാമത്തെ പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻ കുറച്ച് കടുത്തതായിരുന്നു. Both my pregnancies were very complicated, but my second pregnancy was very cautious and very complicated. നമ്മുടെ സകല തിന്മകളെയും നന്മയാക്കുന്ന ഒരു ദൈവം. Our God can change all our negativity to positivity. എൻ്റെ കോംപ്ലിക്കേഷൻ എല്ലാം എനിക്ക് നന്മയാക്കി തീർത്തു. All my complication turned out to be my blessing. കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് എല്ലാ ആഴ്ചയിലും സ്കാനിംഗ് ആവശ്യമായി വന്നു. Because I had a lot of complications, I needed scan every week. ഇന്ന് ആർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യം എൻ്റെ കുഞ്ഞിനെ തുടക്കത്തിൽ മുട്ടേ കാണുവാനും പ്രഗ്നൻസിയുടെ ഓരോ സ്റ്റേജും അറിഞ്ഞറിഞ്ഞു വരുവാനും എന്നെ ദൈവം സഹായിച്ചു. Not like a normal pregnancy, because I had complications. I could see each and every scan throughout the weeks because they needed to find out how my baby is. ഇന്ന് നമ്മളെല്ലാവരും ദിവസേന കാണുന്ന ഒരു മീഡിയയിലൂടെ കാണുന്ന ഒരു ന്യൂസ് ഉണ്ട്. അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ്. You know that today in this world they support abortion.
അബോർഷനെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. There is something, people who support abortion, they do something unknowingly. അവർ ആ കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ When they kill that baby in the womb, ദൈവത്തിന്റെ ഉദ്ദേശമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. they're killing what God has about that child. ബൈബിൾ ഇങ്ങനെ പറയുന്നു, It says from the Bible, ദൈവം സകലതും തന്റെ ഉദ്ദേശത്തിനായി സൃഷ്ടിച്ചിരിക്കുന്നു. God has created everything with a plan. ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ സാധിപ്പിക്കുന്നവരായിരിക്കാം നമുക്ക്. And let us be people who fulfill the will of God. 2014 നവംബർ 3 On 2014, ഞങ്ങൾക്ക് വീണ്ടും ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. God again blessed us with a son. ആ കുഞ്ഞിനെ കഴിഞ്ഞ മാർച്ച് 22 ഞങ്ങളുടെ സഭയോടനുബന്ധിച്ചുള്ള കൺവെൻഷനിൽ ഡെഡിക്കേറ്റ് ചെയ്യുവാനും ദൈവം കൃപ തന്നു. And we were blessed to dedicate that baby on March 22nd for 2015 at the conference. എൻ്റെ ഈ പ്രഗ്നൻസിയിലെ എല്ലാത്തിലും എൻ്റെ പാസ്റ്ററും അതുപോലെ തന്നെ എൻ്റെ ചർച്ചിലെ ഓരോ മെമ്പേഴ്സും എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ അവരുടെ പ്രയാസങ്ങളായി കണ്ടുകൊണ്ട് എനിക്ക് വേണ്ടി ഉപവസിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. My church, my pastor and every believer that supported me through my every situation, they prayed for me and I'm thankful for it. ഞാൻ അവർക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയട്ടെ. I am really thanking you in the name of Jesus. ഒരുപക്ഷേ മീഡിയയിൽ എന്നെ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഞാൻ കടന്നുപോയിട്ടുള്ള ഈ വേദനയിലൂടെ, ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ അനുഭവത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, if anyone watching me on the media has been through the similar situation, let me tell you, ഞാനൊന്ന് പറയട്ടെ, ഈ ദൈവം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും. this God is able to bless you. ഈ ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. This God is able to bless you. ഈ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. And nothing is impossible for this God. എൻ്റെ നിരാശയിലായിരുന്ന ജീവിതത്തില് ഇന്ന് പ്രത്യാശയുണ്ട്. My sorrowful life has hope today. മച്ചി എന്ന എൻ്റെ പേരിനെ മാറ്റി മക്കളുടെ അമ്മ എന്നുള്ള പേരിന് അർഹതയാക്കി തീർത്ത ദൈവമാണിത്. I was called a barren woman, but now I'm called with a lady blessed with children. ഞാൻ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലും ഈ ദൈവം എന്നെ അറിഞ്ഞിരുന്നു. Even if I didn't know God, this God knew me before. യശയാവിന്റെ പുസ്തകം 44 അധ്യായം അതിന്റെ 3 വാക്യം ഇങ്ങനെ പറയുന്നു. Isaiah chapter 40 verse 12 says, 44:3. Yeah. ദാഹിച്ചിരിക്കുന്നവർക്ക് ഞാൻ വെള്ളവും, for I will pour water on the thirsty land, വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, and streams on the dry ground. നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും I will pour out my spirit on your offspring, നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും, and my blessings on your descendants. ബൈബിളിലുള്ള സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. Every promise in the Bible is for us. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Let God bless you with these words. സകല മാനവും മഹത്വവും യഹോവയ്ക്ക്. I give all glory and honor to God alone. And thank you. Jesus is ready to do a miracle for you too. Pastor Binoy and Prayer Tower team members are always ready to pray for you. Send us your prayer requests. Prayer works miracles.